നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ നിൽക്കുന്ന പാരിയേക്കര ടോൾ പ്ലാസയുടെ സൈറ്റിലാണ് കേട്ടോ. ഏകദേശം മാർച്ച് 21 2023 ഒരു വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഞാനിപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. ടോൾ പ്ലാസയിലെ ഈ ഒരു പാലിയേക്കർ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റിന് ഏകദേശം 721 കോടി രൂപയുടെയാണ് പ്രോജക്റ്റ്. ഇതുവരെ അത് കളക്ട് ചെയ്യുന്നത് ഇതുവരെ മാർച്ച് 31 വരെ, അത് 2023 മാർച്ച് 31 വരെ കളക്ട് ചെയ്തിട്ടുണ്ട് 1135 കോടി രൂപയാണ് കളക്ട് ചെയ്തേക്കുന്നതാണ് വാർത്തയ്ക്കാണ് ഈ വാർത്തയ്ക്ക് അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. എന്തായാലും ഇന്നിപ്പോ 2025 ഏപ്രിൽ അല്ലെ, ഏപ്രിൽ മാസം ആയിരിക്കുകയാണ്. ഇപ്പൊ ഇവർ എന്തുമാത്രം കോടി രൂപ ഉണ്ടാക്കി കാണും? ഇതൊക്കെ എങ്ങോട്ട് പോവാ? ആരെടുത്തോണ്ട് പോവാ? ഒരു സാധാരണപ്പെട്ടവൻ എന്തെങ്കിലും ഒരു പ്രശ്നവും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ പിടിച്ചോണ്ട് പോകാൻ പോലീസുണ്ട്, നിയമസംഹിത എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ കിലോമീറ്ററുകൾ വണ്ടി നിരന്ന് കിടക്കുക, കിലോമീറ്ററുകൾ ഇപ്പൊ വണ്ടി ഇങ്ങനെ കിടക്കുക. ഇതിലൊന്നും ചോദ്യം ചെയ്യാനോ സംസാരിക്കാനോ സാധാരണപ്പെട്ടവന് ഒന്ന് 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 ശബ്ദമുയർത്തി സംസാരിക്കാനോ ഒന്നും ഒരു മനുഷ്യനില്ല. നോക്കി, കിലോമീറ്ററുകൾ വണ്ടി കിടക്കുക. ഇത് ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അല്ലേ? ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സാധാരണപ്പെട്ടവൻ എന്തെങ്കിലും ചെയ്താൽ ഉടനെ അവന്റെ നിയമവും അവന്റെ അന്തരാശി കുന്തരാശി സകലം അവന്റെ പിടിച്ചു പറിച്ചു. ഇതൊന്നും ഒരു നേതാക്കന്മാരും ഇല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകരും ഇല്ല, ഒരുത്തനും ഇല്ല. ഒരു കളക്ടറിന് കാണത്തില്ല, ഒരു പോലീസും കാണത്തില്ല. സാധാരണപ്പെട്ടവൻ എന്ത് ചെയ്താലും ഉടനെ പ്രശ്നം. അതിനൊന്നും തിരക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇതുപോലുള്ള കുത്തക മുതലാളിമാരെ കോടിക്കണക്കിന് രൂപ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് റോഡിന്റെ ഗതി അതോ ഗതി. എന്തായാലും കൊള്ളാം, വളരെ രസകരമായിട്ടുള്ള കോമഡിയാണ്. ഇതൊക്കെ കണ്ടു കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുക. അതായത് നമുക്ക് മൗനം വിദ്വാരപൂച്ചണം അല്ലേ? എന്താണ് അവസ്ഥ അല്ലേ? അപ്പൊ എന്തായാലും കാണാം പാലിയേക്കര ടോൾ പ്ലാസയിലെ ഒരു അവസ്ഥ കണ്ടിട്ട്. ഇന്നിപ്പോ ഞങ്ങളിപ്പോ ഇതിലെ ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് തിരിച്ചു പോയി. എന്നാലും കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. പറയുന്നത് എന്താ, 10 വണ്ടി കൂടുതൽ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ വലിയ 10-15 വണ്ടി എത്രയാണെന്ന് അറിയില്ല. അത്രയും വണ്ടി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ട്രാഫിക് ജാം ആക്കലെന്നൊക്കെയാണ് പറയുന്നത്. ഒരു ആംബുലൻസ് വന്നാൽ പോലും സൈഡിൽ കൂടെ പോകാനുള്ള സ്ഥലമില്ല. ജാമ അവരുടെ ഇതിനകത്തുണ്ട്, പക്ഷെങ്കിൽ അവിടെ അത്രയും നേരം ലേറ്റ് ആവും. എന്നാലും വളരെ കഷ്ടമുണ്ട് കാര്യങ്ങളൊക്കെ. പ്രതികരിക്കാൻ കഴിവില്ലാത്തത് നമ്മളെ പോലുള്ളവരെ നമ്മളിത് നോക്കി ഇരുന്ന് കാണുക. ഗാലറി ഇരുന്ന് ടോൾ പ്ലാസയിലെ വണ്ടി ഇറങ്ങുമ്പോ അപ്പുറത്തോട്ട് നോക്കി, അപ്പുറത്തോട്ട് വണ്ടി ട്രാഫിക് കിടക്കുന്നുണ്ടോ? വണ്ടികൾ കിടക്കുന്നുണ്ടോ? കിലോമീറ്ററുകൾ വണ്ടി കിടക്കുക. എന്തെങ്കിലും തുറന്നു കൊടുക്കുന്നില്ല. എന്തോ ചെയ്യാനാണ്? വണ്ടി നടക്കും എപ്പോഴും. തുറന്നു കൊടുക്കത്തുമില്ല. ഇവിടെ വരെ വണ്ടി കിടക്കും അല്ലേ? ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്ന്